ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് 4 മണി പലഹാരമായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ രാത്രി ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ഡെയിലി കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ദിവസം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു പുതിയ പലഹാരമൊന്നും അല്ല കേട്ടോ, നമ്മളെ പണ്ടുള്ള വല്യമ്മമാരൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. പണ്ടൊക്കെ അധികം ഇതുപോലത്തെ ഓരോ പലഹാരമായിരിക്കും. ഇനിയിപ്പോൾ 4 മണി ചായയുടെ നേരത്താണെങ്കിലും നമുക്കിത് അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ 4 മണി ചായയുടെ നേരത്തും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത്. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ആട്ടപ്പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടിച്ചിട്ടുള്ള പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ആട്ടപ്പൊടിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആട്ടപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് ആട്ടപ്പൊടി ഇതാ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ചിരവിയത് വേണം. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ അളവ് നമ്മൾ ആ പൊടി എടുത്ത അളവിൽ പറയുകയാണെങ്കിൽ അരക്കപ്പിൻ്റെ അടുത്ത് വരെ ഉണ്ടാവുള്ളൂ തേങ്ങ ചിരവിയിട്ടുള്ളത്. അതിനൊരു അളവൊന്നുമില്ല. തേങ്ങ ചിരവിയതിന് എത്രത്തോളം തേങ്ങ അതിൽ ചേർത്താലും കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത്തിരി ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ ചേർത്തപ്പോൾ എനിക്കത് കുറവായിട്ട് തോന്നിയപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർത്തു. അങ്ങനെ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മളിത് ആദ്യം കഴിച്ചിട്ടുള്ളത് നമ്മൾ ഇതുപോലെ ജീരകം ഇട്ടിട്ടൊന്നും അല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കാറുള്ളത്. പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ജീരകം ചേർത്തിട്ടുള്ളത്. താല്പര്യമില്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് കൈവച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. തേങ്ങയും ഉപ്പും അതുപോലെ തന്നെ ജീരകം ഒക്കെ ഒന്ന് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കപ്പ് ഫുള്ളായിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ വെള്ളം. വെള്ളത്തിൻ്റെ അളവ് നമ്മളെടുത്ത ആ ഒരു പൊടിയുടെ ഇതിനനുസരിച്ചിട്ടാണ് കേട്ടോ വെള്ളത്തിൻ്റെ ആവശ്യം വരിക. അപ്പോൾ ഞാൻ എടുത്ത ഈ ഒരു പൊടിക്ക് എത്രത്തോളം വെള്ളം വേണ്ടി വരുന്നുണ്ട് ലാസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണ്ട. നമുക്ക് ചപ്പാത്തി മാവിൽ വെള്ളം കൂടിയാലുണ്ടാവുമല്ലോ ആ ഒരു രീതിക്കാണ് കേട്ടോ നമ്മുടെ ഒരു മാവ് വേണ്ടത്. ഒരു കുഴഞ്ഞ പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഒരു കപ്പ് ഫുള്ളായിട്ട് ഞാൻ നേരത്തെ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം ഞാൻ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ട് ലേശം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ ഒരു കപ്പ് പൊടി, ഒരു കപ്പ് തേങ്ങ, അതിലേക്ക് ഒരു കപ്പ് തേങ്ങ അല്ല, അരക്കപ്പ് തേങ്ങ, അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളമാണ് വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ അളവ് നിങ്ങളുടെ കയ്യിൽ തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കപ്പ് വരെ തേങ്ങയൊക്കെ ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇതിൻ്റെ തേങ്ങ കൂടുതലുണ്ടെങ്കിൽ. അപ്പോൾ വെള്ളം ഞാൻ ചേർത്തതിൻ്റെ അളവ് ഒരു കപ്പ് വെള്ളമാണ് എനിക്ക് ഈ ഒരു ഗോതമ്പ് പൊടിക്ക് വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൊടിക്ക് ചിലപ്പം ഇത്ര വേണ്ടി വരില്ല, ചിലപ്പോൾ ഇതിലും വേണ്ടി വരും. ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. കണ്ടോ, ഇതുപോലെ നമുക്ക് വെള്ളം കൂടിയാലുണ്ടാവുമല്ലോ, ചപ്പാത്തി മാവിൽ വെള്ളം കൂടിയാലുണ്ടാവില്ലേ, അതുപോലെ വേണം. ഇങ്ങനെ കുഴഞ്ഞൊരു പരുവത്തിലാണ് കേട്ടോ വേണ്ടേ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമുക്ക് പലഹാരം ഉണ്ടാക്കുമ്പോഴും ഉള്ളൊക്കെ നന്നായി വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഉള്ളിൽ ആ തേങ്ങയൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവാണ് വേണ്ടിയിട്ടുള്ളത്. നമുക്ക് നേരെ ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിത് അടുപ്പത്താണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശച്ചട്ടിയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. എനിക്കിതിൽ ഇത്തിരി ഓയിലും ഒക്കെ ആക്കിയിട്ട് വേണം കേട്ടോ അത് 2 ഭാഗം ഒന്ന് മൊരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദോശച്ചട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും എണ്ണ സ്പ്രെഡ് ചെയ്യേണ്ടെന്നാണെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിലോ എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇത്തിരി എണ്ണയൊക്കെ തടവിയിട്ടാണ് ഇത് 2 ഭാഗം മൊരിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു മാവ് എടുക്കുമ്പോൾ ഈ ഒരു വെള്ളത്തിൽ കൈ മുക്കിയിട്ട് വേണം മാവ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടും മാവ് പിടിക്കില്ല കേട്ടോ. കണ്ട, ഇതുപോലെ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം മാവ് കോരിയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ മാവ് എടുത്തിട്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ ദോശക്കല്ല് നന്നായിട്ട് ചൂടാവണം. എന്നാലാണ് നമുക്കിത് പരത്തുമ്പോൾ നല്ല നീറ്റാക്കിയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് പരത്താനും പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇത് നമ്മൾ പരത്തി കൊടുക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ വെള്ളം തൊട്ടിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ മാവ് നല്ല കനയില്ലാണ്ട്
തിന്നാക്കിയിട്ട് പരത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കട്ടിക്ക് വേണമെങ്കിൽ അങ്ങനെ മാവിട്ടിട്ട് കുറച്ച് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നല്ലോണം നിൽക്കാനും കുറച്ചിട്ടാണ് കേട്ടോ പരത്തുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കൈ പൊള്ളൊന്നുമില്ല. വെള്ളം ആ ഒരു ദോശച്ചട്ടിയിൽ വീഴുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വെള്ളം തൊട്ടിട്ട് വേണം ഇതുപോലെ പരത്താൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും ഭാഗത്ത് മാവ് കൂടുതലുണ്ടെങ്കിൽ അത് കൈകൊണ്ട് ഒന്നിങ്ങനെ മറ്റുള്ള ഭാഗത്തേക്ക് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒരു കനലില്ലാണ്ട് ഒരേ ലെവലായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ആ പരത്തൽ കഴിയുമ്പോഴത്തേക്കും തന്നെ ആ ഒരു അടിഭാഗം നമുക്ക് മറിച്ചിടാനുള്ളൊരു പാകം ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയം നമുക്ക് മുകളിൽ ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് കണ്ടോ, മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലോണം മൊരിപ്പിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ മൊരിപ്പിച്ച് വേവിച്ചെടുക്കാൻ പറ്റില്ല. ഇത്തിരി സമയം നിന്നിട്ട് വേണം നമുക്കിത് മൊരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സാവധാനം നിന്നിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അതുപോലെ തന്നെ ഗ്യാസിലാണെങ്കിലും അടുപ്പിലാണെങ്കിലും വല്ലാണ്ട് തീ വേണ്ട, ചെറിയ തീയിൽ വേണം കേട്ടോ മൊരിപ്പിക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ കത്തിച്ചിട്ട് ചെയ്യുമ്പോൾ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് മൊരിഞ്ഞിട്ടും കരിഞ്ഞിട്ടൊക്കെ കിട്ടും, പക്ഷേ ഉൾഭാഗം വേവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ തീ ഒന്ന് കുറച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച് കൊടുത്തതായിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തതും ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് അതുപോലെ വെള്ളം തൊട്ടിട്ട് പരത്തി കൊടുക്കാം. വെള്ളം തൊട്ടിട്ട് പരത്തി കൊടുക്കുമ്പോഴാണ് ആ ഒരു അപ്പം നന്നായിട്ട് തന്നെ ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് പരന്ന് കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈക്കൂടെ ആ ഒരു പലഹാരം തന്നെ പോരും. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറച്ച് തൊടുക, എന്നിട്ട് ഇതുപോലെ കനലില്ലാണ്ട് പരത്തി കൊടുക്കുക കേട്ടോ. ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്നുള്ളവർ വാഴയിലുണ്ടല്ലോ, വാഴയിലയിൽ പരത്തി കൊടുക്കാം. നമുക്ക് വെള്ളം തൊട്ടിട്ട് തന്നെ വാഴയിലയിൽ പരത്തിൻ്റെ ശേഷം ആ ഒരു വാഴയില നമ്മുടെ ഈ ഒരു ദോശക്കല്ലിലേക്ക് കമിഴ്ത്തിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ഇല എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് എളുപ്പപ്പണി ചെയ്താണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ്, കൈ പൊള്ളൊന്നുമില്ല, നമുക്ക് ശ്രദ്ധിച്ചാൽ മതി, കൈ പൊള്ളൊന്നുമില്ല. എന്നിട്ട് ഇത് അതുപോലെ മൊരിപ്പിക്കും. അപ്പോൾ ഞാനിതാ മുഴുവനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. മക്കളൊക്കെ ചൂടോടെ കൊണ്ടുപോയിട്ട് കട്ടൻ ചായയുടെ കൂടെ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു തവണ ഉണ്ടാക്കി നോക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയിട്ടാണ് കേട്ടോ. അത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അതുപോലെ നമുക്ക് വൈകുന്നേരത്തെ ചായക്കാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അടിപൊളിയാണ്. കുറച്ചും കൂടെ ഒക്കെ തേങ്ങ ചേർത്താൽ ഒന്നും കൂടെ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതുതായിട്ട് കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടിയിട്ട് മറന്നു പോവല്ലേ കേട്ടോ. നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒക്കെ ഒന്ന് കണ്ട് നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതും എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. നമുക്ക് വൈകുന്നേരത്തെ ചായയുടെ കടിക്കൊക്കെ ഇതുപോലെ 2 എണ്ണം ഉണ്ടാക്കിയാൽ തന്നെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തിന്നായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കട്ടിക്കാണ് വേണ്ടിച്ചെങ്കിൽ നമ്മളിപ്പോൾ 2 അപ്പമൊക്കെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റിയാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലും ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ട് സാവധാനം തിരിച്ചും മറിച്ചിട്ടിട്ട് മൊരിപ്പിച്ചാൽ മതി. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.